കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ചെറിയ ചേനയും 2 നേന്ത്രക്കായയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാളന് വേണ്ടിയിട്ട് ചേനയും കായയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കായയുടെ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. തൊണ്ടിന് നല്ല ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കളയാത്തത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് തൊണ്ട് കളയുകയും ആവാം. അപ്പോൾ കായയും ചേനയും കൂടെ ഞാൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, എല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഈ കാളൻ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, ഒരു 5 ചുവന്നുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് ജീരകം കൂടെ വേണം. ജീരകം തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും എല്ലാം കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കായയും ചേനയും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ തുറന്ന് ആവി കളഞ്ഞെടുത്തു, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി തന്നെ അരച്ചെടുക്കണം, എന്നാലേ കുറുക്ക് കാളന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തരിതരിപ്പായിട്ട് കിടക്കരുത്. ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അരപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൺപാത്രത്തിലേക്ക് കാളൻ മാറ്റി. കാളനിലേക്കുള്ള തൈര് കട്ടത്തൈരായതിനാൽ ഞാനൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഈ കാളനിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. കാളന് നല്ലൊരു ടേസ്റ്റിന് ഉലുവ വറുത്തിടുന്നത് നല്ലതാണ്. വറുത്ത് നന്നായി പൊടിച്ച് തന്നെ ഇടണം കേട്ടോ. ഇപ്പോൾ കാളൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാളന് നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഇത് ഒന്നുകൂടെ കുറുകി വരും. അപ്പോഴേക്കും നമുക്കിനി പാൻ അടുപ്പിൽ വെച്ച് കടുക് വറുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വറ്റൽമുളക്, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരൽപ്പം ക്രഷ്ഡ് ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിക്ക് അങ്ങനെ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കുറുക്ക് കാളന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണിത്. കുറുക്ക് കാളൻ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയിലും നല്ല ടേസ്റ്റിലും തന്നെ ഈ കാളൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്.